എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ ഡേ 11 വർക്ക്ഔട്ട് ചലഞ്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇന്ന് 11ാമത്തെ ദിവസമാണ്. 11ാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാച്ചുറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസിൽ പ്രധാനമായിട്ടും 2022, 2023, 2024 വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകൾ ഇവയെ രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാക്കേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ ക്ലാസ് ആദ്യ അവസാനം വരെ എല്ലാവരും കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി. നിങ്ങൾക്കറിയാം, ഈ വട്ടം ലാസ്റ്റ് ഫേസിൽ LGS ചോദിച്ച ചോദ്യമാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി. ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഏതാണ്? ഓപ്ഷൻ എ ആണ്, മൃതസഞ്ജീവനിയാണ് അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി ആരംഭിച്ചത് എന്നാണ്? 2012 ഓഗസ്റ്റ് 12-നാണ്. 2012 ഓഗസ്റ്റ് 12-നാണ് മൃതസഞ്ജീവനി ആരംഭിച്ചത്. ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മോഹൻലാൽ ആണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. ഇനി ഇതിനൊരു ആപ്തവാക്യമുണ്ട്. മൃതസഞ്ജീവനിയുടെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ കൈപിടിക്കാം ജീവിതത്തിലേക്ക് അവയവദാനത്തിലൂടെ. കൈപിടിക്കാം ജീവിതത്തിലേക്ക് അവയവദാനത്തിലൂടെ. അതാണ് മൃതസഞ്ജീവനിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പം ഇത് ക്ലിയർ ആയോ? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മൃതസഞ്ജീവനിയാണ്. ഓപ്ഷൻ എ മൃതസഞ്ജീവനി. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. ഓപ്ഷൻ എ ഉഷസ്, ബി ആശാകിരണം, സി സ്നേഹസ്വാന്തനം, ഡി താലോലം. നമ്മൾ നേരത്തെ ഉള്ള ഒരു വീഡിയോ ക്ലാസ്സിൽ കേരളത്തിലെ മുഴുവൻ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെയും പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞതാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്നേഹസ്വാന്തനം. ഏതാണ്? സ്നേഹസ്വാന്തനം. അടുത്ത ചോദ്യം ഇതാണ്: നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹ്യ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ കാതോരം, ബി ധ്വനി, സി ശ്രുതി മധുരം, ഡി കരുതൽ ചൈൽഡ് കെയർ. അല്ലെ, നമുക്കൊരു സംശയം തോന്നും. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പം കാതോരമായാലും ധ്വനി ആയാലും ശ്രുതി മധുരമായാലും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേൾവി വൈകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കാതോരമാണ്. എന്താണ് കാതോരം? കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പും അല്ലെങ്കിൽ കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോരം. അപ്പോൾ എന്താണ് ഈ ധ്വനി എന്ന് പറയുന്നത്? ധ്വനി പദ്ധതി കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി. അപ്പോൾ എന്താണ് ശ്രുതി മധുരം പദ്ധതി എന്ന് പറയുന്നത്? കോട്ടയം ജില്ലയില് കേൾവി തകരാറുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കേൾവി ശക്തി പരിമിതർക്ക് ശ്രവണ സഹായ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതി മധുരം. ഏത് ജില്ലയിലാ? കോട്ടയം ജില്ലയിലാണ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? കാതോരം, ധ്വനി, ശ്രുതി മധുരം. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പം നിങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ PSC ഇൻഫ്ലുവൻസറിന്റെ ചാനലിൽ തന്നെ കേരളത്തിലെ മുഴുവൻ ആരോഗ്യക്ഷേമ പദ്ധതികളെയും പറ്റിയുള്ള ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഉറപ്പായിട്ടും കാണുക. അതിനകത്തുനിന്ന് വേറൊരു ചോദ്യം ചോദിക്കത്തില്ല. അതിനകത്ത് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം അമൃതം ആരോഗ്യമായാലും ആശാകിരണമായാലും ധ്വനി, കാതോരം മുതലായ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ്സിന്റെ PDF നോട്ട് നമ്മുടെ PSC ഇൻഫ്ലുവൻസർ ചാനലിൽ ഇടുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ക്ലാസ്സിന്റെ PDF നോട്ടും അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ രണ്ടും വായിച്ചിരിക്കാം. ഓക്കെ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പദ്ധതികൾ എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം നോക്കാം.
ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ അവശ്യ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനാൽ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ അവശ്യ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഏതാ? ഓപ്ഷൻ എ സഞ്ജീവനിയാണ്. അപ്പൊ മൃതസഞ്ജീവനി നമ്മൾ വേറൊരെണ്ണം പറഞ്ഞു, ഏതായിരുന്നു? അവയവമാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവമാറ്റം നൽകിയെന്നുള്ളതിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. സഞ്ജീവനി എന്താണ്? ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ അവശ്യ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, തേനാമൃതം എന്താണ്? ഒറ്റയ്ക്കല്ല, ഒപ്പമുണ്ട്. ജീവനി, സഞ്ജീവനി, അതേപോലെ തന്നെ അടുക്കള, ഇതെല്ലാം നമ്മൾ ആ ഒരു PDF നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഒരു പ്രസ്താവന ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ 1 COVID-19 സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ്. ഓപ്ഷൻ 2 കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണ് COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറൽ ഡിസീസ്. 3 COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം SARS-CoV-2 എന്നാണ്. 4 കൊറോണ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം കിരീടം എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന തന്നെ നോക്കി. COVID-19 SSRNA അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. നമുക്കറിയാം കോവിഡ് ഒരു വൈറൽ രോഗമാണ്, നമ്മൾ പഠിച്ചായിരുന്നു. കോവിഡ് ഒരു വൈറൽ രോഗമാണ്. അത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണോ? ആണ്. അപ്പൊ ഒന്നാമത്തത് ശരിയാണ്. നമ്മൾ കൊറോണ വൈറസിനെ പറ്റി പഠിച്ചു. കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. ഇനി രണ്ടാമത് നോക്കൂ. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണ് COVID-19. അത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? കൊറോണ വൈറസിന് പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമം അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമം എന്താണ്? അത് COVID-19 ആണ്. അടുത്തത് COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം SARS-CoV-2 അല്ലെങ്കിൽ COVAXIN-2 എന്നാണ്. അത് ശരിയാണോ? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 4 നോക്കിയേ. കൊറോണ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം. അപ്പം കൊറോണ എന്നത് ലാറ്റിൻ പദമാണ്. ആ വാക്കിനർത്ഥം എന്താണ്? കിരീടം എന്നാണ്. നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പം കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 പറ്റി നമ്മൾ 4 പ്രസ്താവനകൾ പഠിച്ചു. എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ശ്രദ്ധിച്ചോണം, തെറ്റായ, മുമ്പ് ശരിയായതായിരുന്നു, ഇപ്പം തെറ്റായത്. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് തമിഴ്നാട്ടിലാണ്. ലോകത്താദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് 2019 ഡിസംബർ 31 ചൈനയിലെ വുഹാനിലാണ്. ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന ചോദ്യം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ രോഗങ്ങള്, സിക്ക വൈറസ്, ചിക്കൻ ഗുനിയ, കൊറോണ, ഇവയെല്ലാം ആദ്യം ഇന്ത്യയിൽ എവിടെയാണ്, ലോകത്ത് എവിടെയാണ്, കേരളത്തിൽ എവിടെയാണെന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ പഠിച്ചു ഓപ്ഷൻ സി, ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് എവിടെയാണ്? കേരളത്തിലാണെന്ന് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പൊ ഓപ്ഷൻ എ ഒന്ന് വായിച്ചു നോക്കൂ. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാ. അപ്പം COVID-19 വൈറസ്, COVID-19 എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. ഒന്ന് പഠിച്ചല്ലോ. 2 COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം എവിടെയാണ്? ആരും മറക്കത്തില്ല അല്ലെ? എവിടെയാണ്? ചൈനയാണ്. നമ്മൾ അന്ന് ഒരുപാട് ട്രോളും കാര്യങ്ങളും എല്ലാം കണ്ടാണ്. അപ്പൊ COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് എവിടെയാണ്? അത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു? തൃശ്ശൂരിലാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? അപ്പം കേരളത്തില് തൃശ്ശൂരിലാണ് ആദ്യമായിട്ട്
COVID-19 സ്ഥിരീകരിച്ചത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ് സ്ഥിരീകരിച്ചത്? അത് തൃശ്ശൂരാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത് എവിടെയാ സ്ഥിരീകരിച്ചതെന്ന് ചോദ്യം വരാം. രണ്ടാമത് എവിടെയാ? ആലപ്പുഴയിലാണ്. ആദ്യം എവിടെയാണ്? ആദ്യം തൃശ്ശൂര്, രണ്ടാമത് ആലപ്പുഴ. അപ്പൊ മൂന്നാമത് എവിടെയാ? മൂന്നാമത് കാസർഗോഡാണ്. മറന്നു പോവല്ലേ. അപ്പൊ ഒന്നാമത് തൃശ്ശൂർ, രണ്ടാമത് ആലപ്പുഴ, മൂന്നാമത് കാസർഗോഡ്. അടുത്ത ചോദ്യം അല്ലെങ്കിൽ അടുത്ത പ്രസ്താവന, ലോകത്ത് ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് 2019 ഡിസംബർ 31 ചൈനയിലെ വുഹാനിലാണ്. അപ്പൊ നമുക്കറിയാം കൊറോണ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. ഇനി ചൈനയിലെ വുഹാനിലാണോ? അതെ. എന്നാണ്? 2019 ഡിസംബർ 31. അപ്പൊ നാലാമത്തെ പ്രസ്താവനയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. തമിഴ്നാട്ടിലല്ല, കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? തൃശ്ശൂരാണ്. രണ്ടാമത് ആലപ്പുഴയാണ്. മൂന്നാമത് കാസർഗോഡാണ്. ഇനി മറ്റൊരു ചോദ്യം വരാം. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അതൊരു മഹാമാരിയാണ് അല്ലെങ്കിൽ പാൻഡമിക് ഡിസീസ് ആണ് അല്ലേ. അപ്പം ഇവിടെ ആദ്യമായിട്ടുള്ള മരണം, കൊറോണ വൈറസ് കാരണം ആദ്യം മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അതും ചൈനയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഫസ്റ്റ് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. അങ്ങനെയെങ്കിൽ ചൈനയ്ക്ക് പുറത്ത് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഫിലിപ്പൈൻസിലാണ്. ചൈനയിലാണ് ആദ്യം. ചൈനയ്ക്ക് പുറത്ത് വേറെ എവിടെയാണ് മരണം റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഫിലിപ്പൈൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയില് ആദ്യമായിട്ട് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. കൻബുർഗിയാണ് കേട്ടോ. കർണാടകയിലെ കൻബുർഗിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരണം സ്ഥിരീകരിച്ചത്. എവിടെയാണ്? കർണാടകത്തിലാണ്. ഇനി കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത്? എറണാകുളത്താണ്. ആദ്യത്തെ മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? എറണാകുളത്തിലാണ്. അങ്ങനെയെങ്കിൽ ഗൾഫ് നാടുകളിൽ എവിടെയാണ് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ബഹ്റൈനിലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നോണേ. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. എവിടെ അല്ല? തമിഴ്നാട്ടിൽ അല്ല എന്ന് ഓർത്തിരിക്കുക. ഇത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. അത് നിങ്ങളൊന്ന് മാറ്റി പഠിച്ചോണം കേട്ടോ. കേരളത്തിലാണ്. ഓപ്ഷനിൽ തമിഴ്നാടാണ്, പക്ഷെ കേരളത്തിലാണ്. ഓക്കെ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് വർഷമാണെന്നറിയാമോ? 2020 ജനുവരി 30. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30. അങ്ങനെയെങ്കിൽ ലോകാരോഗ്യ സംഘടന കൊറോണയെ ഒരു മഹാമാരിയായി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഒരു പാൻഡമിക് ഡിസീസ് ആയിട്ട് പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 21. 2 വർഷം ഒന്നാ, ഡേറ്റും മാസവും ഓർത്തിരിക്കാം. പാൻഡമിക് ഡിസീസ് ആയിട്ട് പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. എന്നാൽ ഇതിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരുന്നോണം. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേരളത്തിലെ യൂണിറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമായത് എവിടെയാണ്? ലൈഫ് സയൻസ് പാർക്ക് ആണ്, തിരുവനന്തപുരം തോന്നയ്ക്കലാണ്. ഇത്രയും കാര്യങ്ങൾ, ഈ 3 പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരുന്നോണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, TPR-ന്റെ പൂർണ്ണരൂപം. TPR-ന്റെ പൂർണ്ണരൂപം എന്താണ്? ടോട്ടൽ പോസിറ്റിവിറ്റി റേറ്റ് ആണോ? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആണോ? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേഷ്യോ ആണോ? അതോ ടോട്ടൽ പേഷ്യന്റ് റേഷ്യോ ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ്. TPR എന്ന് പറയുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആണ് അല്ലെ. നമ്മൾ കൊറോണ ബാധയെ തുടർന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ TPR ആണ്. TPR എന്താണ്? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. അങ്ങനെയെങ്കിൽ PCR എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. NAT എന്താണ്? ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. RT-PCR എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഇതിന്റെ 3ന്റെയും ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതും കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം
ഈ 2023 ചോദിച്ച ചോദ്യമാണ്. 2023 ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ദക്ഷിണാഫ്രിക്കയിലാണ്. മറന്നു പോകരുത്. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത്. കോവിഡ് ഒക്കെ എവിടാ രേഖപ്പെടുത്തിയത് നമ്മൾ പഠിച്ചു, ചൈനയിലാണെന്ന് പറഞ്ഞു. ഒമിക്രോൺ എവിടെയാണ് ആദ്യമായി രേഖപ്പെടുത്തിയത്? ദക്ഷിണാഫ്രിക്കയിലാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ ഒമിക്രോണിന്റെ പുതിയ വകഭേദങ്ങൾ നോക്കിക്കോണം. ഒമിക്രോണിന് ആ പേര് ലഭിച്ചത് എവിടെ നിന്നാണ്? ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ മുമ്പത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഒമിക്രോണിന് ആ പേര് ലഭിച്ചത് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഗ്രീക്കിലെ 1ാമത്തെ അക്ഷരത്തിൽ നിന്നും, ഗ്രീക്കിലെ 10ാമത്തെ അക്ഷരത്തിൽ നിന്നും, ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. അപ്പൊ അത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ ഒമിക്രോണിന് ആ പേര് ലഭിച്ചത് എവിടെ നിന്നാണ്? ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നാണ്. കൊറോണ എന്നത് എന്തായിരുന്നു? കോവിഡ് നമ്മൾ പഠിച്ചു. എന്താ? കിരീടം. ലാറ്റിൻ പദത്തിലാണ്. ലാറ്റിൻ പദത്തിന്റെ അർത്ഥം കിരീടം എന്നാണ്. ഇവിടെ ഒമിക്രോൺ ആണ്. ഒമിക്രോണിന് ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ്. മറന്നു പോവല്ലേ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിനുണ്ട്. ഇതും എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് റഷ്യയുടെ മാത്രമല്ല, വാക്സിൻസ് എവിടെയാണ് നിർമ്മിച്ചത് അല്ലെങ്കിൽ ആരാണ് നിർമ്മിച്ചതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ചോദ്യം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക, ശരിയായ ജോഡിയായിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ആ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഏതാ? സ്പുട്നിക് ആണ്. ഓപ്ഷൻ സി സ്പുട്നിക് ആണ് റഷ്യ വികസിപ്പിച്ച വാക്സിൻ. അപ്പൊ സ്പുട്നിക് ഏത് രാജ്യത്താണ്? റഷ്യ വികസിപ്പിച്ച വാക്സിൻ ആണ് സ്പുട്നിക് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാ? റഷ്യ. ഏതാ വാക്സിൻ? സ്പുട്നിക് ആണ്. പഠിച്ചല്ലോ. ലോകത്തിൽ ആദ്യമായിട്ട് COVID-19 വാക്സിൻ നിർമ്മിച്ചത്, വികസിപ്പിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. ഏതാണ് വാക്സിൻ? സ്പുട്നിക് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞായിരുന്നു ഫൈസർ, മൊഡേണ, കോവാക്സിൻ. ഇതൊക്കെ എവിടെ വികസിപ്പിച്ചെന്ന് അറിയണമല്ലോ. അങ്ങനെയെങ്കിൽ ഫൈസർ വികസിപ്പിച്ചത് എവിടെയാ? ഫൈസർ US, ബൈനോടെക് എന്ന് പറയുന്നത് ജർമ്മനി. അടുത്ത മൊഡേണ എവിടെയാണ്? US. അടുത്ത കോവാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ഭാരത് ബയോടെക് ആണ്. കോവാക്സിൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോണം. കോവാക്സിൻ നിർമ്മിച്ചത് അല്ലെങ്കിൽ വികസിപ്പിച്ചത് ഭാരത് ബയോടെക്. അടുത്ത ജാൻസൺ വാക്സിൻ US-ലെ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വികസിപ്പിച്ചതാണ് ജാൻസൺ വാക്സിൻ. ആ പേരിനകത്ത് തന്നെ ഉണ്ട്, ഓർക്കാൻ എളുപ്പം അല്ലെ. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ വാക്സിനുകളും കുറച്ച് നിർമ്മാതാക്കളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്തിരുന്നോണേ. ഒന്ന് കോവാക്സിൻ, നമുക്കറിയാം ഭാരത് ബയോടെക് ആണ് അല്ലെ, ഇന്ത്യ. അപ്പം കോവാക്സിൻ, ഭാരത് ബയോടെക്. കോർബെവാക്സ് എന്താണ്? ബയോളജിക്കൽ ലിമിറ്റഡ് കമ്പനി നിർമ്മിച്ചതാണ് കോർബെവാക്സ്. അടുത്ത ജെംകോവാക്. ഈ ജെംകോവാക് എല്ലാം കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്സിൻ ആണ്. ജെംകോവാക് 19 ഏതാണ്? ജെന്നോവ ബയോഫാർമക്യൂട്ടിക്കൽസ്. അടുത്ത കോവോവാക്സോ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. കോവോവാക്സ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അടുത്തത് 2-deoxy D-ഗ്ലൂക്കോസ് ആരാണ്? DRDO ആണ്. ഇൻകോവാക് ആരാണ്? ഭാരത് ബയോടെക് ആണ്. അനോകോവാക്സ് ആരാണ്? അനോകോവാക്സ് എന്ന വാക്സിൻ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഐക്കറും NRCയും കൂടി ചേർന്ന് നിർമ്മിച്ചതാണ് അനോകോവാക്സ് എന്ന വാക്സിൻ. ക്ലിയർ ആയോ? അനോകോവാക്സ് എന്തിനു വേണ്ടിയുള്ളതാണ്? മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, COVID-19മായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ എ ആരോഗ്യ സേതു, ഓപ്ഷൻ ബി ആരോഗ്യമിത്ര, ഓപ്ഷൻ സി ആരോഗ്യ പരിപാൽ, ഓപ്ഷൻ ഡി ആരോഗ്യ മന്ത്രി. COVID-19മായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും. ഏതാ? ഓപ്ഷൻ എ ആണ്, ആരോഗ്യ സേതു ആണ് കേട്ടോ. COVID-19മായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു ആണ്. ആരോഗ്യ സേതുവിന് റെക്കോർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഏറ്റവും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത റെക്കോർഡാണ് ഈ ആപ്പിന് ലഭിച്ചിട്ടുള്ളത്. ഇത് എന്നാണ്
കൊണ്ടുവന്നത് അല്ലെങ്കിൽ വികസിപ്പിച്ചത് 2020 ഏപ്രിൽ 2 മുതലാണ് ഇത് നിലവിൽ വന്നത്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ അജയ് ദേവ്ഗൺ ആണ്. അജയ് ദേവ്ഗൺ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോംപ്രിഹെൻസീവ് കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പ് ആണ് ആരോഗ്യ സേതു എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യ സേതു ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോണേ. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം ഭക്ഷ്യ കാർഷിക വിളകളിൽ നിന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് നെല്ലിനം തിരഞ്ഞെടുക്കുക. എല്ലാ LDC എക്സാംസിനും, എല്ലാ LGS എക്സാംസിനും, എല്ലാ CPO എക്സാംസിനും, എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാംസിനും എല്ലാം ചോദിക്കുന്നതാണ് ഭക്ഷ്യ കാർഷിക വിളകൾ അല്ലെ. അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് നെല്ലിനം തിരഞ്ഞെടുക്കാനാ പറഞ്ഞേക്കുന്നത്. ചന്ദ്രലക്ഷ, കിരൺ, ഗംഗബോന്തം, അന്നപൂർണ. ഓപ്ഷൻസിനകത്ത് തന്നെ ഉണ്ട് നെല്ലിനം. ഏതാണ്? ഓപ്ഷൻ ഡി അന്നപൂർണയാണ് അല്ലെ. അപ്പം നെല്ലിനം ഏതാണ്? അന്നപൂർണ. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏഴോമാണ്. ഇത് നിങ്ങൾ ജിയോഗ്രഫിക്കകത്ത് പഠിക്കും. കേരള ഭൂമിശാസ്ത്രത്തിനകത്ത് ഇതൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് തരും, ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കും. എന്നാലും നമ്മുടെ സയൻസിനകത്ത് സിലബസിനകത്ത് ഈ പ്രധാന ഭക്ഷ്യകാർഷിക വിളകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ പേരുകൾ, അപരനാമങ്ങൾ, അതേപോലെ പേരുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നെല്ലിനം ഏതാണ്? അന്നപൂർണയാണ്. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ്? ഏഴോമാണ്. അടുത്തത് ഓർഗാനിക് ബ്രീഡിംഗ് രീതി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്തതാണ് ഈ ഏഴോം എന്ന നെല്ലിനം. 3 സീസണുകൾക്കും അനുയോജ്യമായ നെല്ലിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് രമ്യയാണ്. ഉയർന്ന വിളവ് നൽകുന്ന ഇടത്തരം നെല്ലിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജയയാണ്. ഇപ്പോൾ തന്നെ നെല്ലിനത്തെ പറ്റി 4 നെല്ലിനം പഠിച്ചു. 1 അന്നപൂർണ, 2 ഏഴോ, 3 ഏതാണ്? രമ്യ, 4 ജയ. ഇവയെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെല്ലിനങ്ങളാണ്. ക്ലിയർ ആയോ? അപ്പൊ നെല്ലിനം പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ നെല്ലിന്റെ മറ്റുള്ള പേരുകൾ അല്ലെങ്കിൽ നെല്ലിനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണമല്ലോ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സ്വർണപ്രഭ, മനുപ്രിയ ഓർത്തിരുന്നോണം. മനുപ്രഭ വേറെ ഉണ്ട്, ഇത് മനുപ്രിയയാണ് കേട്ടോ. മനുപ്രിയ, രോഹിണി, ജ്യോതി, ഭാരതി, ത്രിവേണി, BTS7, കൈരളി, അനശ്വര, കരുണ, അരുണ, കരിഷ്മ, അമൃത, കനകം, നിള, രമണിക, കാഞ്ചന, സംയുക്ത, വൈശാഖ്, സാഗര, കുംഭം, പ്രത്യാക്ഷ, അനശ്വര, കൃഷ്ണാഞ്ജന, ഖർദൻ, 53, 54, 55, 56, ആശ, രമ്യ, ഉമ. വേറൊന്നുണ്ട് ജയ. ഇവയെല്ലാം എന്താണ്? നെല്ലിനങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നെല്ലിനങ്ങൾ ക്ലിയർ ആയല്ലോ. ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സ്വർണപ്രഭ, മനുപ്രിയ, രോഹിണി, ജ്യോതി, ഭാരതി, ത്രിവേണി, ജയ, ഏഴോം. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് ഓർത്തിരുന്നോണം. അങ്ങനെയെങ്കിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. 2023 ഖാദി ബോർഡ് എക്സാമിന് ചോദിച്ചാണ്. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏതാണ്? PV3, KAU പൗർണമി, KAU മനുരത്ന, PV5. ഇതിൽ ഏതാണ് 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുരുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏതാണ്? ഓപ്ഷൻ സി ആണ് KAU മനുരത്നയാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. KAU മനുരത്ന. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞത് തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ലിനമാണ് KAU മനുരത്ന. അങ്ങനെയെങ്കിൽ കുട്ടനാടൻ മേഖലയ്ക്ക് അനുയോജ്യമായ നെല്ലിനം ചോദിച്ചാൽ അത് KAU പൗർണമിയാണ്. രണ്ടുകൂടെ തിരിഞ്ഞു പോകരുത്. തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങൾക്ക് അനുയോജ്യമായത് KAU മനുരത്ന. കുട്ടനാടൻ മേഖലയ്ക്ക് അനുയോജിച്ച അല്ലെങ്കിൽ അനുയോജ്യമായ നെല്ലിനം ഏതാണ്? അത് KAU പൗർണമിയാണ്. അപ്പൊ PV3 എന്താണ്? അത് മലബാർ ഏലമാണ്. PV5ഉം PV3ഉം ഒക്കെ മലബാർ ഏലമാണ് ഓർത്തിരിക്കുക. അടുത്തത് നാളികേരം അല്ലെങ്കിൽ തെങ്ങിന്റെ ഇനങ്ങളാണ്.
ഒന്ന് അനന്തഗംഗ, ലക്ഷഗംഗ. ലക്ഷഗംഗ മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രലക്ഷ ചോദിച്ചിട്ടുണ്ട്, ചന്ദ്രശങ്കര ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. അനന്തഗംഗ, ലക്ഷഗംഗ, കേരഗംഗ, കേരശ്രീ, കേരസാഗര, കേരമധുര, കേരസൗഭാഗ്യ, കൽപ്പവൃക്ഷം, ചാവക്കാട് കുള്ളൻ, മലയൻഡാഫ്, നീലേശ്വരം കുള്ളൻ ഇവയെല്ലാം എന്തിന്റെ ഇനങ്ങളാണ്? നാളികേരത്തിന്റെ അല്ലെങ്കിൽ തെങ്ങിന്റെ ഇനങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, അനന്തഗംഗ, കേരഗംഗ, അത് കേരയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേരെല്ലാം നമുക്ക് ഓർത്തിരിക്കാം അല്ലെ. കേര അല്ലെങ്കിൽ നാളികേരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അടുത്തത് റബ്ബർ. റബ്ബറിന്റെ നമ്മളിപ്പം പറഞ്ഞു ഏതായിരുന്നു? PB86 PR70 GT1 എന്നിവയെല്ലാം റബ്ബറിന്റെ ഇനങ്ങളാണ്. അപ്പൊ റബ്ബറിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? PB86, PR70, GT1. ഇനി റബ്ബർ ഉൽപാദനം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാ? കേരളത്തിലാണ് കേട്ടോ. റബ്ബർ ഉൽപാദനം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് അറിയാമോ? അത് ജോൺ ജോസഫ് മർഫി ആണ്. ജോൺ ജോസഫ് മർഫി ആണ് റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജോൺ ജോസഫ് മർഫി. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് മുളകിന്റെ ആണ്. മുളകിന്റെ ഏതൊക്കെയാണ് ഇനങ്ങള്? ജ്വാലാമുഖി, വെള്ളയാണി, അതുല്യ, ജ്വാലാസഖി, ഭാഗ്യലക്ഷ്മി, കീർത്തി, സമൃദ്ധി, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്, അർക്കമോഹിനി, വെള്ളായണി, തേജസ് എന്നിവയെല്ലാം മുളകിന്റെ ഇനങ്ങളാണ്. അടുത്ത പാവയ്ക്ക. പാവയ്ക്കയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? പ്രിയ, പ്രിയങ്ക, പ്രീതി, അർക്കഹരിത്, പുസ ഹൈബ്രിഡ് 4, കോയമ്പത്തൂർ ലോങ്. ഇവ ഇത്രയും പാവയ്ക്കയുടെ ഇനങ്ങളാണ്. അടുത്തത് തക്കാളി. തക്കാളിയുടെ ഏതൊക്കെയാണ്? ശക്തി, മുക്തി, മനുപ്രഭ. മുമ്പ് നമ്മള് മനുപ്രിയ പഠിച്ചായിരുന്നു. എവിടെയാ? നെല്ലിനത്തിനകത്ത്. ഇതേതാണ്? മനുപ്രഭ. തക്കാളി മനുപ്രഭ. അനഘ, അക്ഷയ, മനുലക്ഷ്മി, വെള്ളായണി, വിജയ് എന്നിവയെല്ലാം തക്കാളിയുടെ ഇനങ്ങളാണ്. അടുത്തത് വെണ്ട. വെണ്ടയുടെ ഏതൊക്കെയാണെന്ന് അറിയാമോ? കിരൺ, അർക്ക, അഫൈ, അനാമിക, സൽകീർത്തി, പുസ, സവാനി, സുസ്ഥിര, അരുണ, ആനക്കൊമ്പൻ എന്നിവയെല്ലാം വെണ്ടയുടെ ഇനങ്ങളാണ്. പയറിന്റെ ഇനങ്ങളാണ് ലോല, മാലിക, ജ്യോതിക, മഞ്ചരി, ഭാഗ്യലക്ഷ്മി, KMV1, കൈരളി, മിത്ര, ഗീതിക, ശാരിക, വൈജയന്തി. ഇവയെല്ലാം പയറിന്റെ ഇനങ്ങളാണ്. അപ്പൊ നമ്മൾ എന്തിനെയൊക്കെ പഠിച്ചു? നെല്ലിനങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ മുളക്, പാവയ്ക്ക, നാളികേരം, റബ്ബർ, അടുത്തത് തക്കാളി, വെണ്ട, പയർ ഇതിന്റെ എല്ലാം ഇനങ്ങൾ പഠിച്ചു വെച്ചോണം. ഇപ്പൊ ലാസ്റ്റ് LGS എക്സാമിന്റെ ലാസ്റ്റിലും നമ്മൾ കണ്ടയാണ് ഇനങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ. മുളകിന്റെ ഇനങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് കേരള ജിയോഗ്രഫിക്കകത്ത് കേരള ഭൂമിശാസ്ത്രത്തിനകത്ത് നിങ്ങൾ പഠിക്കും. ജസ്റ്റ് നമ്മുടെ ഈ സിലബസിനകത്തുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.